ഗൈസിനാണെങ്കിൽ നേരിട്ട് നമ്മുടെ R5 നമ്മുടെ കാറിന്റെ സ്ഥലത്തോട്ട് നമ്മളാണ് ഗൈസ് കാര്യം പറയുന്നത് അത്യാവശ്യമാണ്. നമ്മുടെ കണ്ട ഫോർച്യൂണർ നമ്മൾ സ്കോർപ്പിയോ നമ്മൾ തിരിച്ചും അന്ന് നമ്മളെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ഫോർച്യൂണർ കൊടുത്തത് ഗൈസ്. ഞങ്ങൾ കൊടുത്തത് ഗൈസ് കമ്പനിയാണ്, ഷോറൂമിലെ കമ്പനി ഞങ്ങളെ പറ്റിയിട്ട് വരും. അത് കൊടുക്കാന്ന് പറഞ്ഞിരുന്ന അപ്പഴാണെങ്കിൽ ഏപ്രിൽ ഫുൾ എന്റെ കള്ള അവരെ പറ്റിച്ച് സെയിലീവ് അങ്ങനെ ഇടാം. എന്നിട്ടാണ് എനിക്ക് എന്റെ ഒരു ഏതോ ഫ്രണ്ടിന് വണ്ടി കൊടുത്തു. കള്ള എന്റെ പറ്റിച്ചിട്ട് വരുമായിരുന്നു. അവനാണ് ഈ വണ്ടിയും കൊണ്ട് ചാമ്പുന്ന വെച്ച് പതുക്കെ പതുക്കെയായിരുന്നു പോയത്. എന്റെ ഇടക്കൂടെ അതിന്റെ അപ്പത്തെ സൈഡിൽ തന്നെ വിളിച്ച പേടി പോയി. നേരെ നമ്മൾക്കിനി പോവാ. നമ്മള് കഴിച്ച് ഇനി ഇങ്ങോട്ട് വാങ്ങണം നമ്മുടെ വീട്ടിലോട്ട്. നമ്മുടെ വരവ് കിടക്കിടക്കൊക്കെ നമ്മള് പോകണ്ടേ. ഇത് വന്നാ നമ്മുടെ വീട്ടിലൊക്കെ പോയി നമ്മുടെ വരവിലൊക്കെ പോകണ്ട് അതുകൊണ്ട് പോവാ. നമ്മുടെ ഫോർച്യൂണർ കിടക്കും ഇവിടെ. നമ്മുടെ ബൈക്ക് അവിടെ വെക്കുന്നില്ല. ബൈക്ക് നമുക്ക് തേടി വെക്കാൻ പറ്റും. ഇവിടെ കൊണ്ട് വെക്കാം. എന്റെ കൂട്ടുകാരൻ വരും, അവനുമായിട്ട് പോകാനുള്ള പറഞ്ഞു. എടാ നിന്റെ സ്കോർപ്പിയോ ഇല്ല, അതെടുത്തോണ്ട് വരുവാണെങ്കിൽ പോവാണ്. സ്കോർപ്പിയോ എന്ന് വെച്ചാൽ അത്രയും കാശോട് പറഞ്ഞ എപ്പോഴും നമ്മള് വേറെ വണ്ടികളൊക്കെ എടുക്കുന്ന. പക്ഷെ ഇന്ന് നമ്മള് സ്കോർപ്പിയോ എടുക്കാന്ന് വിചാരിച്ചു. സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് പയ്യന്മാരുടെ സന്തോഷം അത് നമ്മളെയാണല്ലോ. പാലിന്റെ കളറാണ് കറക്റ്റ് ബ്ലൂ പാലിന്റെ. നമ്മള് പറഞ്ഞ പോലെ അവിടെ പൊന്നെ പറയാം. ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് ഇവനെയും കൊണ്ട് പോകുന്നു. തട്ടിയ ചോദിച്ചു. എന്റെ കൂട്ടുകാരനാണെങ്കിൽ എന്നിട്ട് ഒരു വണ്ടി പോകും. അവന്റെ ഒരു വണ്ടിയാണെങ്കിൽ അവന് എടുക്കാൻ പോവുക. ആ മൂന്ന് വണ്ടി വെച്ചാ ഒരു ലാൻഡ് ക്രൂസറാ. അവന് എടുക്കുന്ന വണ്ടി ഇതാ പറഞ്ഞതെന്ന് വെച്ചാ BMW എന്ന് വെച്ചാ എന്റെ ഒരു BMW എൻഡോവർ എടുക്കുന്നില്ല പറഞ്ഞ. ഞാൻ വിളിച്ചു എൻഡോവർ എടുക്കണം. ഞാൻ എൻഡോവർ സെയിലാക്കി ഇനി എടുക്കണം. എൻഡോവറിനെ സെയിലാക്കി എൻഡോവർ എന്നൊക്കെ പറയുമ്പോ എൻഡോവറിനൊക്കെ എനിക്കറിയത്തില്ല. ഇത്രയും വലിയ കാർഡൊന്നും അറിയില്ല. അവൻ പിറ്റിയും പൊട്ടായി. എൻഡോവർ ഞാൻ ഓടിക്കുന്നില്ല. എനിക്ക് ഓടിക്കാൻ ഇഷ്ടമൊന്നുമില്ല. എൻഡോവർ ഞാൻ ഓടിക്കും ഗൈസ്. നമുക്ക് ഇച്ചിരി വണ്ടി ഉള്ളപ്പോ മൊത്തം ബക്കാകും. പെട്ടെന്ന് നമ്മൾ വീഡിയോ വാങ്ങിക്കാം. സ്റ്റോക്കാണ് പവറെന്ന് വെച്ചിരിക്കാം.
നോക്കി കിടക്കണ്ടേ ഇവിടെ അവന്റെ ഉണ്ട് ഇവിടെ ഇത് അവൻ എടാ വേടാ ഓക്കെ വരുന്നത് വണ്ടി എടുക്കാൻ ചെറുക്കാവന്നല്ലേ അത് ഇവനാ അയച്ചു പറഞ്ഞെ ഇവനാ വണ്ടി എടുക്കാൻ ഇവനാ സ്കോർപ്പിയോ അതിന് പോകും അത്രയ്ക്കുവാ അവരുടെ കൂടെ കത്താതെ അതിട്ട് ഇല്ലടാ സ്കോർപ്പിയോ സർവീസ് കൊടുത്തിരിക്കുക പിന്നെ ഞാനാണ് സ്കോർപ്പിയോ എടുത്തെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ പറ്റിച്ചു അതെ അത് ഫുൾ ടൈമാ അത് എപ്പോഴും സർവീസിന് കിടക്കുക സർവീസിന്റെ ഷോറൂമിൽ കിടക്കുമായിരുന്നു വണ്ടി ഞാൻ എടുത്തോണ്ട് വന്നേ തിരിച്ചപ്പോ ഞാൻ എടുത്ത് ഇതിലോട്ട് എടുത്ത് വിടണം പണ്ടായിരുന്നു വണ്ടിയൊക്കെ നിങ്ങൾ ഓർമ്മ ഞാൻ വണ്ടി എടുത്ത അപ്പോഴേക്കും ചാനലേ ഇല്ലേ പിന്നെ ഈ പുറത്തുള്ളപ്പോ ചാനലൊക്കെ എടുത്തിട്ട് പിന്നെ ഇപ്പരാണെങ്കിൽ വണ്ടിയാണെങ്കിൽ മൈലേജ് ഓടിയിട്ടില്ല ഷോറൂമിലോട്ട് പോണം മാസില്ല മാസ് അത് പോവാ പോടാ എടുവല്ലേടാ ഇത് പിടിക്കില്ലേ എടുക്കാൻ എൻഡോർ എടുക്കുമ്പോ ഭയങ്കര ഭ്രാന്ത് എടാ ആരുടെ ഇട്ടോ പറയാ സ്വന്തമായിട്ട് എടുത്തതാണോ അല്ല എന്റെ എൻഡോവർ നിന്റെ എൻഡോവർ തന്നെയാണോ എടുത്തത് പേര് വിളിച്ചതിന്റെ എങ്ങനെ ഓടിക്കാൻ എന്റെ എൻഡോവറാണോ നീ എടുത്തത് പേരെന്റെ പേര് നിന്റെ കയ്യിലടക്കി എന്റെ കയ്യിലാണോ ആ പേര് നടക്കുന്ന വണ്ടി എന്റെ ഓവർ അങ്ങോട്ട് വേട്ടോളി അതെടുത്ത് കൊമ്പോട്ടല്ലേ എന്റെ ഓവർ നിനക്ക് കുടിക്കരുത് എടാ എന്റെ ഓവർ എനിക്ക് പൈസ ഇല്ലായിരുന്നോ അതുകൊണ്ടാണ് സെയിലാക്കിച്ച പൈസന്റെ അത്യാവശ്യം ഉണ്ടായി അതുകൊണ്ടാണ് ചുമ്മാ സെയിലാക്കി അല്ലാ പൊട്ടാ 1 കോടി അതിനുണ്ട് അതുകൊണ്ട് തിരിച്ച് സെയിലാക്കിയതല്ല ചുമ്മാ സെയിലാക്കി എന്റെ ഷോറൂം ഏതാ ഷോറൂമൊക്കെ ഷോറൂം വെച്ചാൽ എന്റെ വീടിന്റെ ബാക്കിൽ തന്നെ ഇവിടെ അല്ല എന്റെ ബാക്കിൽ കെട്ടണം ഇച്ചിക്കൂടെ അടുത്തും ഇവിടെ ഡോറിന്റെ ഷോറൂം പിന്നെ എന്തിനാണ് എന്റെ വിളിച്ച ബൈക്കോട് പറഞ്ഞാ മതി നീ ഇടിയണ്ടല്ലോ ഇത്രയും എന്റെ ഓവറാണ് എടുക്കുന്ന പറഞ്ഞിരുന്നു ഇല്ലോടാ ഇപ്പൊ എന്റെ വീട്ടിൽ പോവും ഞാൻ വണ്ടി ഓടിക്കുന്ന ടൈമിട്ട് നീ പറഞ്ഞത് എന്റെ ഓവറായിട്ട് അപ്പൊ ഞാനെന്നോടാ കള്ള ഇത്രയും അടുത്തായിരുന്നു ബൈക്കിലും വന്നു എനിക്ക് കാറ് കൊടുത്തോണ്ടില്ല വണ്ടി ഇടിയാണല്ലോ എടക്ക സ്കോർപ്പിയോ എടാ അതേത് ഷോറൂം ലംബോർഗിന്റെ പൈസ വേണം അതിന്റെ അത്രയും ഇതിന്റെ എല്ലാ വർക്കും തൊട്ട് കളിച്ചാൽ മതി തിരിച്ചിന്റെ പപ്പടം ആണോ പപ്പടം ആക്കുമല്ലേ ഒന്നുമില്ല എന്തോന്ന് ചോറും
അവിടെ എത്തിയടി എത്തിയടാ. വണ്ടി എടുക്കാൻ പോകുന്നവനെ വണ്ടി എടുക്കാൻ പോവാ. എന്തോ ആ ഇല്ലത്തോലും കിട്ടാക്കോ. പേപ്പർ വർക്കിന് കാര്യം വന്ന് ഞാൻ ഇവിടെ കേടാവാ. ഞാൻ വണ്ടി എടുക്കും. എന്തുവാടാ ഒരു സൗണ്ട് ഓടുന്നത്? അവന്റെ എൻഡോവറിന്റെ ആയിരിക്കും. എന്തൊക്കെ ബഗ് വായിക്കുന്നത് നിനക്ക് ഇടമ്പ ബഗ്ഗൊക്കെ നോക്കി നിങ്ങള് ബാക്കിലെ വീട്ടിൽ കയറി ഞാൻ ഇരിക്കും. ഞാൻ സ്മോക്ക് എടുത്തത് വണ്ടി എടുത്തത് സ്മോക്കി എടുത്തിട്ട്. ഓക്കെ സ്മോക്ക് AWD കിടക്കുന്നോണ്ട് പെട്ടെന്ന് സ്മോക്കാവും. വളച്ചു അവൻ ഞാൻ വളച്ചു തന്നെ അവൻ ആൾക്കാരെ വണ്ടി അവൻ സമാനം ആക്കില്ല. അവനൊന്നും അവന്റെ കൂട്ടുകാരനും വണ്ടി ഇവനിത് എവിടെ പോയി? ഇവനീ വണ്ടിയും റൂഫിലും വണ്ടേ പോയാളാ. എടാ അങ്ങോട്ട് ഇറങ്ങിയോളാ. ഓക്കെ ഇറങ്ങി. വണ്ടി കൊണ്ട് അവന്റെ റൂഫിന്റെ മേളിൽ പോകും. എന്റെ ജോലിക്കടയിൽ കഴിഞ്ഞു. എനിക്ക് എങ്ങനെ പൈസ കിട്ടുന്നു വെച്ചാ ഞാനാണ് ഇവിടത്തെ ഒരാള്. ഞാനാണെങ്കിൽ എപ്പോഴും ഞാൻ ബ്ലോഗ് ഇടയ്ക്ക് ഇങ്ങനെ വരും. ബ്ലോഗ് എടുത്ത് ഞാനാണെങ്കിൽ ജോലിയുടെ കയ്യിലോട്ട് പിന്നെയാണ് പിന്നെ ബ്ലോഗ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് വരും ഒരു പരിപാടി പുറത്ത് കേട്ടോ എടുത്തു എന്നെ പഠിക്കാനൊക്കെ അങ്ങനെയൊന്നും വേണ്ട. അതിന്റെ കൂടെ കർമ്മം തരാൻ പറ്റും. കായ് യൂസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ കിട്ടൂല. ആ പ്രാങ്കിന്റെ കായ് അതേ നേരം അവമിക്കറാൻ പുറത്തോട്ട് പോയിട്ടില്ല. പ്രാങ്കിന്റെ കായ് പോയപ്പോ വേറെ ഇറങ്ങി നിൽക്കുന്നു. എന്തൊരു കോളൊക്കെ വരുന്നത് അതിനെ നമുക്കൊരു കാര്യം
ഡ്രൈവ് വിളിക്കാൻ പറഞ്ഞില്ല. കാർ എടുത്തിട്ട് പട്ട തുടങ്ങി ആക്സിലേക്ക് പോകുന്നു. പരിപാടിയില്ല കാര്യം. നമ്മുടെ കൺട്രോളിലോട്ട് ഞാൻ ഫെറാറി വെക്കാം. ഇവിടെ കിടക്കും ഫെറാറി ഉള്ളത്. പിന്നെ നേരെ മുന്നിട്ട് എനിക്കൊരു ഇച്ചിരി പൈസയാണ്. എനിക്കാണെങ്കിൽ പൈസ കൊടുക്കാൻ അങ്ങോട്ട് ആരുടെ ബാക്ക് അവിടെ ഞാൻ ഇവിടെ വണ്ടി എന്റെ വീട്ടിൽ വണ്ടി ഇട്ടോണ്ട് അവിടെ നിൽക്കുക. ഔഡി ശരി രണ്ടുപേരും അവന് നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ അപ്പൂലാണ് കെബീർ. ആ കെബീർ അപ്പൂല്ലാടാ ഞാനില്ലാടാ വണ്ടി അയച്ചു. ഓട്ടോമാറ്റിക് എക്സലേഷൻ നമ്മുടെ വണ്ടിയിലാണ് ട്രസ്റ്റാണ്. എന്റെ ബ്രേക്ക് നീ എട്ട് കണ്ട പ്രടിക്കുന്ന റൈറ്റ് പേടിച്ചു പോയി. ഒന്നിനെ ബ്രേക്ക് പിടിക്കാത്തൊരു വണ്ടി നിനക്കൊരു ബന്ധി ഫെറാറി പോണേ സിംഗിൾ സീറ്റ്. അപ്പൊ എന്താ ബെൻസിന് സിംഗിൾ സീറ്റ്? ആ ഇതില് പോവാം. ചേട്ടാ എന്നാ പൈസ പൈസ കൊടുക്കാൻ ആടോ പൈസ കൊടുക്കാൻ. അത് അന്ന് നന്നായി. അത് തന്നെയാ പറയാൻ പോകുന്നത്. ഇപ്പൊ നന്നായി നന്നായില്ല നന്നായി 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 അല്ല നന്നായി 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 നന്നായി. ഓക്കെ പാട്ടവണ ലക്ഷ്യം പൊട്ട 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 എന്തുവാണ് എന്റെ കാണിച്ചത്? ഇപ്പൊ കത്തിട്ട് പൊട്ടിച്ച്
കൊണ്ട് ആക്സിഡന്റ് ആയി എന്തൊക്കെ നന്നാലും മാണ്ടോന്ന് പോയത് ഫുള്ളാക്കത് എടുത്തിട്ട് വണ്ടി കൊണ്ട് കത്തിച്ചത്. എടാ നോക്ക് എന്റെ മാജിക്കൽ ഫോണുണ്ട്. മാജിക്കൽ ഫോണില്ല, ഇതിൽ തന്നെ കളറും മാറ്റണം. നമ്മുടെ വണ്ടി എത്തി. പക്ഷേ ഇതുകൊണ്ട് പോക്കണം. വണ്ടി കയറട്ടെ. എന്റെ കൈ പോയി എന്ത് പോക്കാണ്. പറന്നു പോയി. സോറി കത്തിട്ട് വന്നില്ലടാ വണ്ടി. വണ്ടി ഒരെണ്ണം പോയിട്ട് ക്ലാസ്സിൽ കൂടെ പോകാനും പറ്റുമോ? ആവാണ്ട് എന്തുവാണ് ഇത്? നിനക്ക് ഇടിച്ചു നോക്കിയ വണ്ടിയില് പെട്രോളും ഇല്ല, ഒന്നുമില്ല. ആദ്യയുടെ വണ്ടി പെട്രോൾ അടിക്കും. പെട്രോളല്ല ഡീസല്. മുട്ട ഇതല്ലടാ ഡീസൽ, അതാ ഡീസൽ. ഇടപെട്ട അതാ ഡീസൽ. ഇതാ ഡീസല്. ചേട്ടൻ ഫുൾ ടാങ്ക് ഡീസല്. ഓക്കെ അടിക്കട്ടെ. ഓക്കെ ഫുൾ ടാങ്ക് ആയി മണിയെടുത്തു. എന്റെ വീടിന് പിന്നെയാണെങ്കിൽ ഇവിടെ തന്നെയാണ് വണ്ടി. എന്ത് ചെയ്യണം? അടുത്തേനും വെച്ചിട്ട് ഞാൻ കാശുകാരനായല്ലേ. നമ്മളൊക്കെ പാവപ്പെട്ടവരുന്നില്ല. അപ്പൊ കാശ് മുളക് പൊടി ഇട്ടാവും. അപ്പൊ കാശ് നോക്കുക. അയ്യോ പ്രകൂടി ആക്കിട്ടില്ല. ട്രെയിൻ പഠിച്ചിട്ടൊക്കെ കളിയാക്കല് കൂടുതൽ. എന്തിനാണോ നീ വണ്ടി കയറുന്നത്? ഞാൻ വണ്ടി കയറിയതല്ല, എന്താണ് ഇതിന്റെ ബെൻസ് കൂടെ കിടക്കുന്നത്? ബെൻസ് കഴിഞ്ഞിട്ടില്ല. ബെൻസ് വണ്ണൊക്കെ എടുക്കുന്ന നമ്മളെ വണ്ടി കയറെടുക്കുന്നു. എന്റെ കാറില്ലേ ഇല്ല, അങ്ങനെ ബൈക്കല്ലോ നോക്കറ്. അവന്റെ വീട് എന്തെങ്കിലും സോമൻ കുട്ടാസിന്റെ വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല. വലിയ കട പോലെ പിടി എടാ ഒന്ന് തിരിച്ചിട്ട് സമാധാനടാ. ഇല്ലടാ എടാ വണ്ടിയിട്ട് കിടക്കുന്ന വണ്ടി ഇറങ്ങിയിട്ട് ചോദിച്ചോ. ഓക്കെ ഇങ്ങോട്ടാണ് പോകുന്നത്. നീ നിന്റെ വീട്ടിയാക്കാൻ എന്റെ വീട്ടിയാക്കണ. ഞാനും മുഗ്ദാസിന്റെ വീട്ടിൽ മുഗ്ദാസിന്റെ വീട്ടാൻ വേണ്ടി കിട്ടിയൊന്നുമില്ല. മുഗ്ദാസ് ഇപ്പൊ എടാ എല്ലാടും എന്റെ വീട്ടിലോട്ട് വരുവാടായിരുന്നു. എപ്പോഴും നമ്മള് കാലിരിക്കുന്ന വളരെ സിറ്റിക്ക് പോയില്ല. അല്ലാതെ ഇവിടെ നമ്മുടെ സിറ്റിക്ക് പോയില്ലാതെ വേറെ സ്ഥലവും ഇല്ല. എന്താണ് അപ്പുറത്തും ഇപ്പുറത്തും കറങ്ങിട്ട് വണ്ടിയോട് വണ്ടി കറങ്ങിയോ വണ്ടിയോട്. ഓ പറയും കളിഞ്ഞാണോ ദുബായില് ചേർക്കുന്നുണ്ടല്ലോ.
ദുബായിൽ ചെറുക്കുന്ന പറ്റില്ല. ഒരു ഖത്തറിലെ ചെറുക്കം വന്നിട്ടുണ്ടാകും. ഖത്തറിലെ ചെറുക്കം അതായത് ഇതിന്റെ നൈസ് കോടിയായിട്ട് റിപ്പയറാക്കട്ടെ. ഓക്കെ, തന്നെ റിപ്പയറോ തന്നെ റിപ്പയറായാലോടാ. ഇത് ആണെങ്കിൽ പണ്ട് തന്നെ റിപ്പയറാണ്. ഇങ്ങോട്ട് എവിടേക്ക് പോകുന്നത്? ഇങ്ങോട്ടെങ്കിലും ഓക്കെ. ഇവിടെ എന്റെ ഒന്ന് ഇവിടെ ഇറക്കിയത് എന്താ ഞാൻ ഈ കൂടെ പോവാ. എന്റെ ഫ്രണ്ടും ഉണ്ട്, അവനോട്ട് ഞാനും വന്നോടാം. ഓ അത് നന്നായി. ഓക്കെ, ഇറങ്ങിക്കാം. ഇങ്ങോട്ടെ ഇതിലൊന്നും എവിടെങ്കിലും അവൻ ഇറക്കുമ്പോഴൊന്നും വീട്ടിൽ പോടിച്ചിട്ടില്ല. എവിടെയും കാണാനില്ല. ഇവന്റെ വണ്ടി എടുത്ത് ഇന്നലെ എന്റെ മിലിറ്ററി സ്റ്റേഷൻ അയ്യോ, ആ മിലിറ്ററിക്കാരെ അവിടെ പിടിച്ചോടി രക്ഷപ്പെടാം. കൈക്കാലി പിടിച്ചു. അയ്യോ, നമുക്ക് രക്ഷപ്പെടാം. മിലിറ്ററിയിലെ ആൾക്കാരെ വാടിത്ത